ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു ക്യാബേജ് ഇല്ലേ, ആ ക്യാബേജാണ് കേട്ടോ. അത് വാങ്ങിച്ച് തേങ്ങയൊക്കെ ഇട്ട് ഒലത്തിയതാണ്. പിന്നെ അതേ വെളുത്തുള്ളി അച്ചാറും എടുത്തിട്ടുണ്ട്. അപ്പം അത് രണ്ടുമാണ് ചോറും പാത്രത്തിൽ എടുത്തേക്കണത് കേട്ടോ. പിന്നെ ഞാൻ കറിയായിട്ട് ചാറുകറിയായിട്ട് മുട്ടക്കറിയാണ് എടുത്തേക്കണത്. അപ്പം ഒരു കുഞ്ഞു പാത്രത്തിൽ മുട്ടക്കറി നിറച്ചു എടുത്തിട്ടുണ്ട്. ചാറ് നന്നായിട്ട് എടുത്തിട്ടുണ്ടോ. എനിക്ക് ചോറുണ്ണുമ്പോൾ ചാറ് നല്ല ഇഷ്ടമാണ്. അപ്പം ചാറ് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഉച്ചത്തേലേക്ക് എടുത്തേക്കണത്. പിന്നെ ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത് വട്ടയപ്പാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടയിൽ നിന്ന് വാങ്ങിയ വട്ടയപ്പം. അപ്പം അതും ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. അപ്പം അതും ചായയും കൂടി ഞാൻ കഴിക്കൂ കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ. അപ്പം എൻ്റെ ഒക്കെ പാക്ക് ചെയ്തു. ഇനി മോളുടെ ആണ്. മോൾക്കുള്ളതും കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോണത്. അപ്പം അവൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഫ്രൂട്ട്സ് ആണ് കൊടുത്തു വിട്ടത്. അവൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ആവുമ്പോൾ ആൾ ഇഷ്ടത്തിന് കഴിച്ചോളും. അപ്പോൾ ഓറഞ്ചും വാട്ടർമെലനും മാംഗോ ആണ് ഞാൻ കൊടുത്തേക്കണത്. അപ്പം അവർക്ക് 3 ഫുഡ് ബോക്സ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തു വിടേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ സ്നാക്സ്. അപ്പം ഞാൻ ലഞ്ചിന് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബിരിയാണി ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കനും കൂടി വെക്കുന്നുണ്ട്. ആക്ച്വലി അവരുടെ അവിടെ വെജിറ്റേറിയൻ മാത്രമേ പാടുള്ളൂ. ഞാൻ ആ കാര്യം മറന്നുപോയി. എന്നിട്ട് ഞാൻ ചിക്കൻ കൊടുത്തു വിട്ടു. അറിയാതെ സംഭവിച്ചതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നാളെ ആ ചിക്കൻ മാത്രം കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പം ചിക്കനും ബിരിയാണിയും പിന്നെ കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈരും പിന്നെ സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ട് സാലഡും കൂടി ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് അവൾക്ക് ഉച്ചത്തേക്ക് ഞാൻ ആക്കിയത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈവനിങ് ഒരു ചെറിയ സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ആ സ്നാക്സ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയ എന്തെങ്കിലും ബേക്കറി നമുക്ക് കൊടുത്തയക്കാൻ പറ്റൂ കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കൊടുത്തത് വേഫർ റോളും പിന്നെ ഡാർക്ക് ഫാന്റസിയുടെ ബിസ്ക്കറ്റും ആണ്. അപ്പൊ എന്റെ വേഫറിന്റെ റോള് ഒരു 4-5 പീസ് വെക്കുന്നുണ്ട്. പിന്നെ 2 ഡാർക്ക് ഫാന്റസിയുടെ ബിസ്ക്കറ്റിന്റെ പാക്കറ്റും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് വാട്ടർ ബോട്ടില്, ഇതൊക്കെ ആയിരുന്നു അവളുടെ ടിഫിനും ലഞ്ചും സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തു വിട്ടിരുന്നത്.